ഗൈസ് വെൽക്കം ബാക്ക്. രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മാനേജിങ് ലോസസ്. അതായത് എങ്ങനെയാണ് നമുക്ക് ഈ ലോസസ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അവിടെ ഒരു പോയിൻ്റ് പോലും ഞാൻ ടെക്നിക്കൽ ആസ്പെക്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ടെക്നിക്കൽ ആസ്പെക്റ്റിനെക്കാളും നമ്മളുടെ മെൻ്റൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മളുടെ ലോസസിന് കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു പരിധിവരെ ശരിയാണെന്നുള്ള 100% വിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ സൈക്കോളജിയെക്കുറിച്ച് നിങ്ങൾക്ക് ഇനിയും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതെങ്ങനെയാണ് നമ്മളുടെ ട്രേഡിങ്ങിൽ ആക്ച്വൽ ട്രേഡറെ ഇല്ലാതാക്കുന്നതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. നമുക്കിതൊരു സീരീസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയാണ്. ഇനിയും ഒരുപാട് പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അധികം വീഡിയോ വലിച്ചു നീട്ടാതെ ഒരു ലിമിറ്റഡ് ടൈമിൽ വെച്ച് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം പെർഫെക്റ്റ് ട്രേഡ്സ്, അതായത് പെർഫെക്റ്റ് ട്രേഡിൻ്റെ പുറകെ പോകാതെ ഗുഡ് ട്രേഡ്സിൻ്റെ പുറകെ പോകുക എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നെക്സ്റ്റ് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ന്യൂസ് ബേസ്ഡ് ട്രേഡിങ്ങും അല്ലെങ്കിൽ നോയ്സസ് ഒഴിവാക്കാൻ. നമുക്കറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോരുത്തരുടെയും ടെലഗ്രാം ചാനലിലേക്ക് വരുന്ന മെസ്സേജസിൻ്റെ എണ്ണം പല ചാനലുകളിൽ എവിടുന്നെങ്കിലുമൊക്കെ ബിരിയാണി കൊടുക്കുന്നുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പല ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതിൽ നിന്നിങ്ങനെ കോൾസ് വരുമ്പം അതൊക്കെ ചാടിക്കയറി എടുത്ത് റാൻഡമായ ട്രേഡ്സ് എടുത്ത് റാൻഡമായിട്ട് ഉണ്ടാവുന്ന റിസൾട്ടാണ് പല ട്രേഡേഴ്സിനെയും മെയിനായിട്ട് ലോസിലേക്ക് എത്തിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഇരുന്ന് നിങ്ങളുടെ ലൈഫിലത്തെ ഇത്രയും ദിവസം ഉണ്ടായിരുന്ന ട്രേഡിംഗ് ടിപ്സും കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ട്രേഡിങ്ങിൻ്റെ ആക്ച്വൽ പുറകിലുള്ള കാര്യങ്ങൾ, ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള സ്ഥലത്ത് ചാടി വീണ് കഴിയുമ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നമാണ് അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ പറഞ്ഞു അധികം നമ്പർ ഓഫ് സ്റ്റോക്സ് വെക്കാതെ കുറച്ച് സ്റ്റോക്സ് മാത്രം വെച്ച് ട്രേഡ് ചെയ്യുന്നതിനെക്കുറിച്ച്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നമ്പർ 1 പോയിൻ്റാണ് എന്തുകൊണ്ടാണ് ഒരു ബിഗിനർ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ പല ആൾക്കാരും എന്നോട് പേഴ്സണലായിട്ട് ഒപ്പീനിയൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങും, ഇപ്പോൾ ഫ്യൂച്ചേഴ്സിലേക്കും ഓപ്ഷൻസിലേക്കും പോകണ്ട. പക്ഷേ എല്ലാവർക്കും പൈസ ആക്കാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആക്കാനാണ് തിരക്ക്, അല്ലാതെ ട്രേഡിങ് പഠിക്കാനല്ല തിരക്ക്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റിയേ പറ്റൂ. ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യാൻ പറയാൻ കാരണം എന്താണ്? കാരണം ഇക്വിറ്റിയിലെ പൊസിഷൻ സൈസിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു റിലയൻസിൻ്റെ ഒരു ട്രേഡാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. ഒരു 100 സ്റ്റോക്ക് നമുക്കതിൽ വാങ്ങി ട്രേഡ് ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഒരു ഫ്യൂച്ചറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 250 അതിൻ്റെ ലോട്ട് സൈസ്. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പല സ്റ്റോക്കിലും വരും. അതിൻ്റെ കൂടുതൽ ക്യാപിറ്റൽ എന്നിട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഇപ്പോൾ ഞാൻ പറയാനുള്ള മെയിൻ കാരണം ഇതൊന്നുമല്ല, ക്യാപിറ്റലിൻ്റെ ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത്. മെയിനായിട്ടുള്ള കാരണം നമ്മൾക്ക് പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അധികം ബിഗിനേഴ്സിൻ്റെ കയ്യിലും ഉണ്ടാകുന്ന ക്യാപിറ്റൽ എത്രയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ച് നിങ്ങളിപ്പോൾ മാക്സിമം ഒരു ഓപ്ഷൻ ആണ് വാങ്ങുന്നതെങ്കിൽ, ഒരു കോൾ ഓപ്ഷനാണ് വാങ്ങുന്നതെങ്കിൽ ഏകദേശം നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ പകുതി അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകും. വാങ്ങുന്നത് ഒരു ലോട്ടായിരിക്കും. ആ ഒരു ലോട്ട് വാങ്ങിയാലുള്ള കുഴപ്പം, മാർക്കറ്റ് നമ്മളുടെ സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പകുതി നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ 2 ലോട്ട് മിനിമം വാങ്ങേണ്ടി വരും. അപ്പോൾ 2 ലോട്ട് വാങ്ങി ബിഗിനറെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഇല്ലാതാവാൻ കാരണമാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 100 അല്ലെങ്കിൽ 200 ഇതുപോലെയുള്ള നമ്പർ ഓഫ് ഷെയർസ് മാത്രം വാങ്ങി ഒരു ലിമിറ്റ് വരെ മാർക്കറ്റ് എത്തുമ്പോൾ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി ട്രെയിൽ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു പെർഫെക്റ്റ് മെത്തേഡ്. അല്ലെങ്കിൽ സംഭവിക്കുക എന്താ, നമ്മളൊരു ലോട്ട് നിഫ്റ്റി വാങ്ങി, ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നിഫ്റ്റി കുറച്ച് മുകളിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് തോന്നും ഇനി ഇത് മുകളിലേക്ക് പോകും. അവസാനം അത് തിരിച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വരുന്നത് കാണുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു സമയത്ത് നമ്മളുടെ അക്കൗണ്ടിൽ ചിലപ്പോൾ 5000, 10,000, 20,000 പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഇതൊന്നും ഇല്ലാതായിപ്പോയി ലോസിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്താൽ തന്നെ വലിയൊരു പരിധിവരെ നമ്മളുടെ ലോസസ് കുറയ്ക്കാൻ പറ്റും. ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തിന് ഒരു വശം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും, റിലയൻസ് എന്ന് പറഞ്ഞൊരു സൂപ്പർ മൂവാണ് തന്നത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് ആ മൂവ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പക്ഷേ പ്രശ്നം എവിടെയാണ് വരുന്നത്? ആ മൂവിൽ കൂടുതൽ പേർക്കും സംഭവിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ആ മൂവ് അധികം എത്തുന്നതിന് മുമ്പേ അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാർക്കറ്റിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും. ഒരു 100 പോയിൻറ്റ് മൂവ് ചെയ്ത റിലയൻസിൽ നിന്ന് ചിലപ്പോൾ 10-20 പോയിൻറ്റ് പല ആൾക്കാർക്കും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇതുപോലെയുള്ള പൊസിഷൻ സൈസിങ് വെക്കുമ്പോഴുള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ട്രെൻഡിനെ നമുക്ക് മാക്സിമം റൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയില്ല ഇന്നലെ റിലയൻസ് 100 പോയിൻറ്റ് മൂവ് ചെയ്യാൻ പോകുകയാണെന്ന് ആർക്കും അറിയില്ല. ജസ്റ്റ് നമ്മളൊരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് മാത്രമാണ്. അപ്പോൾ സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഒരു ലോട്ട് റിലയൻസ് ആണ് വാങ്ങിയതെങ്കിൽ ഒരു നല്ല ഡീസൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടായിട്ടാകുമ്പോൾ പല ആൾക്കാരും അത് എക്സിറ്റ് ചെയ്യും. പക്ഷേ അതിന് പകരം ഒരു 100-200 ഷെയർസാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു 20-30 രൂപയാകുമ്പോൾ അതിൽ നിന്ന് 100 ഷെയർ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ബാക്കി നമുക്ക് എൻഡ് വരെ റൈഡ് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത്. അപ്പോൾ നമുക്ക് ആ വലിയ ലോങ്ങർ ട്രെൻഡ് മിസ്സാവില്ല.
ഈ ലോങ്ങർ ട്രെൻഡ് മിസ്സാവാതിരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ 1:2 ഒക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ടാർഗറ്റ് പറയുക, അതായത് റിസ്ക് റിവാർഡ് ടാർഗറ്റൊക്കെ പറയുക. പക്ഷേ നമുക്ക് പല സമയത്തും ലോസ് വരും. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഗെയിമിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതുപോലെ വരുന്ന ലോസസിനൊക്കെ കവർ ചെയ്യാൻ നമുക്കൊരു മിനിമം 1:2 മാത്രം കിട്ടിയാൽ പോരാ. ഇതുപോലെ മാർക്കറ്റ് നമുക്ക് തരുന്ന സമയത്ത് അത് മാക്സിമം റൈഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ആ ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം ആസ് എ ട്രേഡർ. ഇതിനും കൂടി വേണ്ടിയാണ് ഇക്വിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക, നമ്പർ ഓഫ് ഷെയർസ് വെച്ച് പൊസിഷൻ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റോപ്പ് ലോസസ് മൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ പല സമയത്തും കാണാറുണ്ട്. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഇല്ല, മുകളിലേക്ക് പോകും, കാരണം ഞാൻ വിചാരിച്ചു മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി താഴേക്ക് വെക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ പ്ലാൻ ചെയ്യാത്ത ലെവലിലേക്കാണ് നമ്മളുടെ ലോസസ് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് പിന്നെ താഴേക്ക് മാറ്റരുത്. അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ എഗെയിൻസ്റ്റ് പോകുന്നതിന് പകരം നമുക്ക് നമ്മളുടെ സൈഡിലേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യാൻ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പം, അല്ലാതെ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൻ്റെ അടുത്തേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ അത് ഹിറ്റ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുക. കാരണം നെക്സ്റ്റ് ട്രേഡ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ട്രേഡ് ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ നമ്മൾ ഓൾറെഡി 10,000 രൂപ ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു ട്രേഡിൽ നമ്മൾ 20,000 ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ താഴേക്ക് പിന്നെയും മാറ്റി വെച്ച് 20,000 ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ഒരു ട്രേഡ് ആയിരിക്കില്ല, ചിലപ്പോൾ 2-3 ട്രേഡ് നമുക്ക് വേണ്ടി വരും ഈ ലോസസ് കവർ ചെയ്യാൻ, അല്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് സ്റ്റോപ്പ് ലോസ് ഒരിക്കലും നിങ്ങൾ മാറ്റാതിരിക്കുക. അതിൻ്റെ കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, പല ആൾക്കാരും സ്റ്റോപ്പ് ലോസ് പോലും വെക്കാതെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യുന്നവരോട് നിങ്ങൾ മാർക്കറ്റിൻ്റെ റിയൽ ഫേസസ് കണ്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ 5,000 ആയിരിക്കും, ചിലപ്പോൾ 50,000 ആയിരിക്കും, ചിലപ്പോൾ 5 ലക്ഷം ആയിരിക്കും. എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനേക്കാളും അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ പല സമയത്തും മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് സ്റ്റോപ്പ് ലോസ് വെക്കാതെ ട്രേഡ് ചെയ്യരുത്. നമ്മളുടെ സിസ്റ്റം, നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ഈ സ്ട്രാറ്റജീസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ 1 റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു നല്ല ട്രേഡർ ആവില്ല എന്നുള്ളതാണ്. പല ആൾക്കാരും ഡെയിലി മെസ്സേജ് അയക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും, എങ്ങനെയാണ് പിന്നെ ഈ കാര്യം വർക്കാവുക, ആ കാര്യം വർക്കാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് ആൾക്കാർ എത്തുന്നത്? കാരണം നമ്മളൊരു സിസ്റ്റം വെച്ച് ട്രേഡ് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഇനീഷ്യലി ഫെയിലാവും. നമ്മൾ ആ സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം, ഫോർ എക്സാമ്പിൾ ഒരു മൂവിങ് ആവറേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റമാണ്, CPR എന്തെങ്കിലും ഒരു സിസ്റ്റമാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ആ സിസ്റ്റത്തെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം അത് വർക്കായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഗൂഗിളിലും യൂട്യൂബിലും സെർച്ച് ചെയ്യും. അന്നേരം നമുക്ക് കാണാൻ പറ്റും 100% പ്രോഫിറ്റ് വരുന്ന കിഡിലൻ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പോയി നോക്കുമ്പോൾ അവിടെ പറയുന്നത് ഇതാ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ് ലോകത്തിലെ എല്ലാം, ഓപ്പൺ ഇൻട്രസ്റ്റ് അറിയാത്തവർ ട്രേഡേഴ്സ് അല്ല എന്ന് പറയും. സ്വാഭാവികമായിട്ടും കുറച്ച് ദിവസം ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ പുറകെ പോകും, വീണ്ടും ലോസ് ആയിരിക്കും. അന്നേരം അടുത്ത സെർച്ച് ചെയ്ത് പോകും. അന്നേരമാണ് ഒരാൾ പറയുന്നത് ഇതാ CPR സ്ട്രാറ്റജി. അപ്പോൾ CPR സ്ട്രാറ്റജിയുടെ പുറകെ പോകും, അതും വർക്കാവില്ല. ഇങ്ങനെ ഓരോ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ടൈമാണ് വേസ്റ്റ് ആവുന്നത്. ഒരു സ്ട്രാറ്റജി നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൈസ് ആക്ഷനോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഒരു സ്ട്രാറ്റജി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ എല്ലാ സ്ട്രാറ്റജിയുടെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ നമ്മളുടെ ക്യാപിറ്റൽ കുറഞ്ഞുകൊണ്ട് വരും, മറ്റേ സൈഡിൽ നമ്മളുടെ ടൈം ലോസ് ആയിക്കൊണ്ട് വരും, അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ലൂസ് ആയിക്കൊണ്ട് വരും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ട്രേഡിങ്ങിലേക്ക് വരുമ്പം എല്ലാവരുടെയും കോൺഫിഡൻസ് ഹൈ ആണ്. കാരണം യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന സ്ക്രീൻഷോട്ട്സും പ്രോഫിറ്റിൻ്റെ വലിയ വലിയ എമൗണ്ടൊക്കെ കണ്ടിട്ടാണ് പല ആൾക്കാരും ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അപ്പം ഇതെന്നെ കൊണ്ട് പറ്റും, എനിക്ക് ഫുൾ ടൈം ട്രേഡർ ആവണം, ഞാൻ എൻ്റെ ജോലി രാജിവെക്കുന്നൊക്കെ പറഞ്ഞാണ് പല ആൾക്കാരും ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് തന്നെ. വന്നതിന് ശേഷം മാർക്കറ്റ് നമുക്ക് തിരിച്ചു തരുന്ന എന്താ? കണ്ടിന്യൂസ് ഡിസപ്പോയിൻമെൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് തോന്നും മാർക്കറ്റ് നമ്മളോട് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണിതെന്ന് നമുക്ക് തോന്നും. നമ്മളുടെ കോൺഫിഡൻസ് ലൂസായി വരും. പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ ഒരു രീതിയിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയെന്ന് വരില്ല. കാരണം നമ്മുടെ കോൺഫിഡൻസ് ലോ ലെവലിൽ നിൽക്കുമ്പോൾ നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുക ഭയങ്കര ഡിഫിക്കൽട്ടാണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. സ്പെഷ്യലി ട്രേഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കോൺഫിഡൻസ് ലോസ് ആവാതിരിക്കണം എങ്കിൽ ഒരു സിസ്റ്റം കയ്യിലെടുത്ത് ആ സിസ്റ്റത്തെ എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ 1 വർഷം എടുത്തേക്കാം, ചിലപ്പോൾ 2 വർഷം എടുത്തേക്കാം. അപ്പോൾ പല ആൾക്കാർക്കും തോന്നുന്നുണ്ടാകും ഇത്രയും കാലം എടുക്കുമോ? ശരിക്കും നിങ്ങൾക്ക് ഒരു നല്ല ട്രേഡർ ആവണമെങ്കിൽ അതിന് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഇന്ന് ക്യാപിറ്റൽ കൊണ്ടിട്ട് നാളെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റുകളാവുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് കുറച്ച് സത്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡിമോട്ടിവേഷനായിട്ടൊക്കെ തോന്നിയേക്കാം. ബട്ട് ഇത് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ സംഭവിക്കാൻ പറ്റാത്ത, നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ ഫൈനലായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ അത് 5,000 രൂപയായിക്കോട്ടെ, 50,000 രൂപയായിക്കോട്ടെ, 1 ലക്ഷം രൂപയായിക്കോട്ടെ,
അത് ഏത് തരത്തിലുള്ള ക്യാപിറ്റലാണെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ വിൻ ആൻഡ് ലോസ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 50,000 രൂപ ക്യാപിറ്റലുണ്ട്. പക്ഷേ ഈ 50,000 രൂപ ഞാൻ വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വെച്ചത് ട്രേഡിങ്ങിൽ എടുത്തിട്ടു ട്രേഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് ആവണം. പ്രോഫിറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പൈസ നഷ്ടപ്പെടാതിരിക്കണം. ഈ ഒരു മെൻറ്റാലിറ്റി കൊണ്ട് മാർക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, കാരണം ഇവിടെ എന്താ, നമ്മൾ ഈ ക്യാപിറ്റലിനെ സ്കെയറി ക്യാപിറ്റൽ എന്നാണ് ട്രേഡിങ്ങിൻ്റെ ഒരു ഭാഷയിൽ സാധാരണ ആൾക്കാർ പറയുന്നത്. അതായത് നമുക്ക് ഭയങ്കര പേടിയാണ്. ഈ പൈസ നമ്മളുടെ കയ്യിലുണ്ട്, 50,000 രൂപ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ആ പൈസ എന്ത് കാര്യത്തിനുണ്ടായിരുന്ന പൈസയാണ്. നിങ്ങൾക്ക് ആ പൈസ ലോസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എങ്കിൽ മാത്രം ആ പൈസ കൊണ്ട് ട്രേഡിങ്ങിലിടുക. പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, എൻ്റെ കയ്യിൽ 50,000 ഉണ്ട്, ഇത് ലോസ് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് അധികം ഇത് എന്താ പറയണ്ടേ, വരുമാനമൊന്നും വേണ്ട, എനിക്ക് ദിവസം ഒരു 1000 രൂപ വരുമാനം മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊന്നും എന്താ പറയണ്ടേ, ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ എടുക്കാൻ പറ്റില്ല. ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനെ കുറിച്ച്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, ആ ക്യാപിറ്റൽ നമ്മൾ ലോസ് ചെയ്യാൻ റെഡി ആയിരിക്കണം മാർക്കറ്റിൽ. എന്നാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ. അതൊരു ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് കണ്ടാൽ മതി. ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത്? ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ചിലപ്പോൾ അതിൽ ആദ്യം നഷ്ടങ്ങൾ സഹിക്കേണ്ടിയും വരും. അതുപോലെയാണ് നമ്മളുടെ മാർക്കറ്റ് എന്നുള്ള കാര്യം ഓർക്കുക. കേസ് ഇപ്പോൾ പൊസിഷൻ സൈസിനെ കുറിച്ച്, അതുപോലെ സ്ട്രാറ്റജീസിനും കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ട്രേഡേഴ്സ് ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്ന സീരീസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് ഈ ഒരു സീരീസ്, സൈക്കോളജി സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കീപ് ലേണിംഗ്. ബൈ.